ഒരേ മുറിയിൽ രണ്ട് ഹൃദയങ്ങൾ, പക്ഷേ ഓരോന്നിലും വ്യത്യസ്ത കഥകൾ. വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ കണ്ണുകൾ എല്ലാം പറഞ്ഞിരുന്നു. വെൽക്കം ടു അവർ സ്റ്റോറി. രാക്ഷസവേദ എപ്പിസോഡ് 4. വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ഒട്ടുമിക്കവരും പോയി. ശൂന്യമായി. ലൈറ്റുകൾ മങ്ങിയും നിശബ്ദത കൂടിയും ജോലിസ്ഥലത്ത് ഒരു ശാന്തത പടർന്നു. വേദ മാത്രം തൻ്റെ ഡെസ്കിലിരുന്ന് ജോലി പൂർത്തിയാക്കുകയായിരുന്നു. ഗ്ലാസ് ക്യാബിനിൽ നിന്നും ദക്ഷ് അവളെ നോക്കി നിന്നു. ഇത്രയും വൈകിയും ജോലി ചെയ്യുന്നു. അഹങ്കാരമുണ്ട്, പക്ഷേ റെസ്പോൺസിബിലിറ്റിയുമുണ്ട്. അവൻ മനസ്സിൽ ചിന്തിച്ചു. ഫയലുകളെടുത്ത് വേദ ക്യാബിനിലേക്ക് കയറി. വേദ: സർ, ബാക്കി റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. ദക്ഷ്: അവൾ തിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ ദക്ഷ്: വേദ. അവൾ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ദക്ഷ്: ഗുഡ് വർക്ക്. ഒരു നിമിഷം അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു, പക്ഷേ അവൾ അത് മറച്ചു. വേദ: താങ്ക് യു സർ. വേദ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഞ്ജലി കാത്തു നിന്നു. അഞ്ജലി: ഫൈനലി മാഡം എത്തിയല്ലോ. വേദ: വൈകി ജോലി ഉണ്ടായിരുന്നു. അഞ്ജലി: ജോലിയോ അതോ സിഇഒയോ? വേദ: ഷട്ടപ്പ് അഞ്ജലി. അപ്പോഴേക്കും ആദിത്യൻ കാറിന് സമീപം നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അഞ്ജലി അവനെ നോക്കി നിന്നു. അവൻ കോൾ കട്ട് ചെയ്ത് അവളെ നോക്കി ചിരിച്ചു. ആദിത്യൻ: ഇനിയും ഡൗട്ട്സ് ഉണ്ടോ? അഞ്ജലി ചമ്മി: ഇപ്പോൾ ഇല്ല. ആദിത്യൻ: ഗുഡ്, ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. ഇത് കണ്ട വേദ: വരുന്നോ അല്ല HR ക്ലാസ് കഴിഞ്ഞിട്ട് വരുമോ? അഞ്ജലി ഉടൻ വേദയുടെ പിന്നാലെ പോയി. ദക്ഷ് തൻ്റെ കാറിലിരുന്ന് ഇവരെ 3 പേരെയും ശ്രദ്ധിച്ചു. അഞ്ജലിയുടെ ചിരിയും വേദയുടെ ഗൗരവവും. രണ്ടുപേരും എത്ര വ്യത്യസ്തം. പക്ഷേ അവൻ്റെ ശ്രദ്ധ വീണ്ടും വേദയിലേക്ക് തിരിഞ്ഞു. അടുത്ത ദിവസം ഓഫീസിൽ രാവിലെ മീറ്റിംഗ്. ദക്ഷ് ഒരു പുതിയ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ഈ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യാൻ ഒരു ടീം വേണം. അവൻ ലിസ്റ്റ് നോക്കി. വേദ: യു വിൽ ലീഡ്. എല്ലാവരും ഞെട്ടി. വേദ ശാന്തമായി നിന്നു. ടീം: ആദിത്യൻ HR ഭാഗം നോക്കും. അഞ്ജലി: നീ വേദയെ അസിസ്റ്റ് ചെയ്യണം. അഞ്ജലി ഒരേ സമയം സന്തോഷത്തിലും ഞെട്ടലിലും. മീറ്റിംഗ് കഴിഞ്ഞ് അഞ്ജലി: എടി, നമുക്ക് പ്രോജക്റ്റ് കിട്ടി. വേദ: ഇത് എളുപ്പമല്ല, CEO ഡയറക്റ്റ് പ്രോജക്റ്റാണ്. ദക്ഷ് വേദയെ ക്യാബിനിലേക്ക് വിളിച്ചു. ദക്ഷ്: ഈ പ്രോജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയിലിയർ ഓപ്ഷൻ ഇല്ല. വേദ: എൻ്റെ ഉത്തരവാദിത്തം എനിക്കറിയാം സർ. ദക്ഷ്: കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷേ ഓവർ കോൺഫിഡൻസ് വേണ്ട. വേദ അവനെ നേരെ നോക്കി. റിസൾട്ട് വന്നാൽ തീരുമാനിക്കാം, അത് കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ. ദക്ഷിൻ്റെ അതിരത്തിൽ ചെറിയൊരു പുഞ്ചിരി. അതേസമയം ആദിത്യനും അഞ്ജലിയും HR ക്യാബിനിൽ. ആദിത്യൻ: കൺഗ്രാറ്റ്സ് പ്രോജക്റ്റ് ടീം. അഞ്ജലി: താങ്ക്സ് സർ. ആദിത്യൻ: സർ വേണ്ട, ആദ്യം മതി. അഞ്ജലിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അഞ്ജലി: ശരി ആദി. വേദ തൻ്റെ ഡെസ്കിലിരുന്ന് പ്രോജക്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. ദക്ഷ് ക്യാബിനുള്ളിൽ നിന്ന് അവളെ നോക്കുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അഞ്ജലി ആദിത്യനോടൊപ്പം സംസാരിക്കുന്നു. ഇത് റൊമാൻറ്റിക് ആയിരിക്കുമെന്ന് ആദി പറയുന്നു. ഓഫീസിൽ പുതിയ പ്രോജക്റ്റിൻ്റെ തിരക്കുകൾ തുടങ്ങി. വേദ ടീം ലീഡ് ആയതിനാൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. കോൺഫറൻസ് റൂമിൽ എല്ലാവരും കൂടിയിരുന്നു. വേദ: നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഓരോ ടാസ്കും ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അവളുടെ സംസാരത്തിൽ കോൺഫിഡൻസും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. ദൂരത്തു നിന്ന് നോക്കുന്ന ദക്ഷിൻ്റെ കണ്ണുകളിൽ ഒരു അംഗീകാരം തെളിഞ്ഞു. ഫസ്റ്റ് ടീം വർക്ക്. വേദ ടാസ്ക് അസൈൻ ചെയ്തു. വേദ: അഞ്ജലി, ക്ലയൻറ്റ് ഡേറ്റ കമ്പൈൽ ചെയ്യണം. അഞ്ജലി: ഡൺ. വേദ: ആദ്യം HR കോർഡിനേഷൻ. ആദ്യം ഓൾറെഡി സ്റ്റാർട്ടഡ്. എല്ലാം സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. ദക്ഷ് കോൺഫറൻസ് റൂമിനകത്ത് കയറിയതും റൂം മുഴുവൻ സൈലൻസ്. അവൻ നേരെ വേദയുടെ അടുത്തേക്ക് നടന്നു. ദക്ഷ്: പ്രോഗ്രസ്? വേദ: ഓൺ ട്രാക്ക് സർ. അവൻ ഫയലെടുത്ത് നോക്കി. അത് സ്ലോ ആണ്. റൂം മുഴുവൻ ടെൻഷൻ. വേദ: ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സർ. ദക്ഷ് അവളെ നേരെ നോക്കി. ഡെഡ്ലൈൻ മിസ്സായാൽ ക്വാളിറ്റിക്കും വാല്യൂ ഇല്ല. വേദ: ഡെഡ്ലൈൻ മീറ്റ് ചെയ്യും, ബട്ട് പെർഫെക്റ്റ് ആയിട്ട്. ഒരു നിമിഷം രണ്ടുപേരും തമ്മിൽ കണ്ണിൽ കണ്ണായി നോക്കി നിന്നു. ആ നിശബ്ദത തന്നെ ഒരു വെല്ലുവിളി പോലെ തോന്നിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് അഞ്ജലി: എടി, ടെൻഷൻ അടിച്ചോ? വേദ: ഇല്ല, ഞാൻ ഹാൻഡിൽ ചെയ്യും. അതേസമയം ആദി അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. ആദി: ടെൻഷനാണോ? അഞ്ജലി: കുറച്ചൊക്കെ. ആദി: റിലാക്സ്, ഞാനുണ്ടല്ലോ. അവൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ മനസ്സ് ഒന്ന് നിശബ്ദമായി. വേദയും അഞ്ജലിയും രാത്രി വരെ ഓഫീസിൽ വർക്ക് ചെയ്തു. അഞ്ജലി: എനിക്ക് വിശക്കുന്നു. വേദ: പ്രോജക്റ്റ് ഫിനിഷ് ആക്കണം ആദ്യം, എന്നിട്ട് കഴിക്കാം. പെട്ടെന്ന് ഡോറ് തുറന്നു. ദക്ഷ് അകത്ത് വന്നു. അവൻ്റെ കയ്യിൽ ഫുഡ് പാക്കറ്റ്സ്. ദക്ഷ്: കഴിക്കൂ. രണ്ടുപേരും ഞെട്ടി. അഞ്ജലി മന്ദമായി: രാക്ഷസൻ ഫുഡ് കൊണ്ടുവന്നു. വേദ ചിരി ഒളിപ്പിച്ചു. ദക്ഷ്: വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആരോഗ്യം. അത് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി. വേദയ്ക്ക് ഒരു നിമിഷം അവനെ നോക്കി നിൽക്കാതെ ആയില്ല. ഇവനിൽ ഇതുപോലൊരു സൈഡുണ്ടോ? അവൾ സ്വയം പറഞ്ഞു. ആ രാത്രി വേദ ഉറങ്ങാൻ കിടന്നെങ്കിലും മനസ്സ് ശാന്തമായിരുന്നില്ല. ദക്ഷിൻ്റെ വാക്കുകളും അവൻ്റെ നോക്കും എല്ലാം വീണ്ടും വീണ്ടും മനസ്സിൽ. അവൾ കണ്ണുകളടച്ചു. അവളൊരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു. ഒരു ശാന്തമായ സ്ഥലത്ത് പൂക്കൾ നിറഞ്ഞൊരു തോട്ടം. വേദ ഒറ്റയ്ക്ക് നടക്കുന്നു. പിന്നിൽ നിന്നൊരാൾ അവളുടെ കൈ പിടിച്ചു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദക്ഷ്. അവൻ്റെ കണ്ണുകളിൽ ആ കഠിനതയില്ല, ഒരു സ്നേഹം മാത്രം. ദക്ഷ്: ഇത്ര ദൂരം ഓടിപ്പോകാൻ എന്താണ് കാരണം വേദ? അവൾക്കൊന്നും പറയാനായില്ല. അവൻ മെല്ലെ അവളെ അടുത്തേക്ക് വലിച്ചു. അവൻ്റെ മുഖം അടുത്തേക്ക് വരുമ്പോൾ വേദയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. വേദ, അവൻ വിളിച്ചു. അവൾ പെട്ടെന്നുണർന്നു. ശ്വാസം വേഗത്തിൽ, ഹൃദയം ഇപ്പോഴും ആ നിമിഷത്തിൽ. ഇതെന്താ?
അവൾ സ്വയം ചോദിച്ചു. അതേസമയം ദക്ഷും ഉറക്കത്തിലായിരുന്നു. മഴ, കാറ്റ്, ഇരുണ്ട ആകാശം. വേദ അവൻ്റെ മുന്നിൽ നിൽക്കുന്നു, കോപത്തോടെ. പക്ഷെ കണ്ണുകളിൽ വേദന. വേദ, എന്തിനാണ് എപ്പോഴും എന്നെ പരീക്ഷിക്കുന്നത്? ദക്ഷ് അവളുടെ അടുത്തേക്ക് നടന്നു. കാരണം നീ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അവൻ അവളുടെ മുഖം തൊടാൻ ശ്രമിച്ചപ്പോൾ ദക്ഷ് ഉണർന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. വൈ ഹർ? അവൻ തലകുലുക്കി. പക്ഷേ ആ സ്വപ്നത്തിൻ്റെ ഫീൽ അവനെ വിട്ടില്ല. രാവിലെ വേദയും അഞ്ജലിയും റെഡിയായി ഓഫീസിലെത്തിയപ്പോൾ ആദി, സൈറ്റ് വിസിറ്റിന് റെഡിയല്ലേ? അഞ്ജലി, റെഡി. ദക്ഷ് തൻ്റെ കാറിൽ കയറി. ദക്ഷ്, വീൽ ഗോ ടുഗദർ. വേദയ്ക്ക് അതൊരു ചെറിയ ഷോക്കായിരുന്നു. ഫ്രണ്ടിൽ ദക്ഷ് ഡ്രൈവ് ചെയ്യുന്നു, സൈഡിൽ വേദ, പുറകിൽ ആദിയും അഞ്ജലിയും. ഇന്നലത്തെ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ ഇരുവരുടെയും മനസ്സിൽ. ഒരു നിമിഷം ദക്ഷ് വേദയുടെ കയ്യിൽ അറിയാതെ സ്പർശിക്കുന്നു. രണ്ടുപേരും ഉടനെ കൈ പിൻവലിച്ചു. അഞ്ജലി പുറകിൽ നിന്ന് ചിരി ഒളിപ്പിച്ചു. സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ഒരു ഇടുങ്ങിയ പാത. വേദ സ്ലിപ്പാകാൻ പോകുന്നു. ദക്ഷ് അവളെ പിടിച്ചു. അവളുടെ കൈ അവൻ്റെ നെഞ്ചിൽ. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. ഒരു നിമിഷം ലോകം നിൽക്കുന്നത് പോലെ. ആദ്യ പിന്നിൽ നിന്നും, സൂക്ഷിച്ചു പോകണം. ഇത് കേട്ടവൾ ഉടൻ പിന്മാറി. അടുത്ത ദിവസം വേദയും സ്റ്റാഫുകളിൽ ഒരാളായ അർജുനും പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അർജുൻ അവളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ദൂരത്ത് നിന്ന് അത് കാണുന്ന ദക്ഷ് അവൻ്റെ മുഖം കുറച്ചു മാറി. ടു കംഫർട്ടബിൾ. അഞ്ജലി ഇതെല്ലാം ശ്രദ്ധിച്ചു. അഞ്ജലി മനസ്സിൽ, ഇവിടെ എന്തോ നടക്കുന്നു. വേദ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദക്ഷ് അവളെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അവളുടെ ഓരോ എക്സ്പ്രഷനും ആത്മവിശ്വാസവും അവനെ അവളിലേക്ക് ആകർഷിക്കുന്നു. ഓഫീസിലെത്തുമ്പോൾ റിസപ്ഷനിൽ ഒരു സ്റ്റൈലിഷ് പെൺകുട്ടി നിൽക്കുന്നു. ഹായ് ദക്ഷ്. ദക്ഷ് ഒന്ന് നിശ്ചലമായി. പിന്നെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. നേഹ അവൾ അടുത്തേക്ക് വന്നു. അവനെ ഹഗ് ചെയ്തു. ദക്ഷ് അല്പം അൺകംഫർട്ടബിൾ ആയിരുന്നെങ്കിലും അത് മറച്ചു. ഇത് കണ്ട വേദ അവളുടെ ഉള്ളിൽ എന്തോ കുത്തിയതുപോലെ തോന്നി. പക്ഷേ പുറത്തേക്കൊന്നും കാണിച്ചില്ല. അഞ്ജലി മന്ദമായി, ഇവളാരാ? വേദ, എനിക്കെങ്ങനെ അറിയാനാ? പക്ഷേ അവളുടെ കണ്ണുകൾ ദക്ഷിൽ തന്നെ. നേഹ, മിസ്ഡ് യു ദക്ഷ്. ദക്ഷ്, എപ്പോഴാണ് വന്നത്? നേഹ, ജസ്റ്റ് നൗ. ആക്ച്വലി ആൻറ്റി അയച്ചതാണ്. ദക്ഷിൻ്റെ മുഖം മാറി. നേഹ അല്പം മാറി നിന്ന് വേദയെ നോക്കി. ഒരു ചെറിയ പുച്ഛച്ചിരി. സോ ദിസ് ഇസ് വേദ. വേദ തൻ്റെ ജോലിയിൽ മുഴുവൻ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദക്ഷ് അവളെ നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നേഹ അവർക്കിടയിൽ കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ അന്തരീക്ഷം അല്പം മാറിയിരുന്നു. പുറത്തെല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും അകത്ത് ചെറിയൊരു ടെൻഷൻ. നേഹ നേരെ വർക്ക് ഫ്ലോറിലെത്തി. ഹായ് എവ്രിവൺ. എല്ലാവരും മര്യാദയോടെ പ്രതികരിച്ചു. അവളുടെ കണ്ണുകൾ ഒടുവിൽ വേദയിൽ നിന്നു. നേഹ, യു മസ്റ്റ് ബി വേദ. ദക്ഷ് പറഞ്ഞിട്ടുണ്ട്. വേദ ശാന്തമായി നോക്കി. എന്നിട്ട് പ്രോജക്റ്റ് ലീഡ്. ഒരു ഷോർട്ട് റിപ്ലൈ. നേഹ ചെറിയൊരു ചിരി. ക്യാബിൻ്റെ പുറത്ത് വേദ ഫയൽ കൊടുക്കാൻ വന്നപ്പോൾ അവൾ അവരുടെ സംഭാഷണം പകുതി കേട്ടു. മാരേജ് അലയൻസ്. അവളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. എനിക്കെന്താ അവൻ്റെ ലൈഫിൽ? അവൾ സ്വയം പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ഒരു ചെറിയ വേദന. അഞ്ജലി അത് ശ്രദ്ധിച്ചു. അഞ്ജലി, എന്താ മിണ്ടാത്തെ? വേദ, ഒന്നുമില്ല, വാക്ക് നോക്കൂ. ക്യാബിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ദക്ഷ് വേദയെ കാണുന്നു. അവളുടെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ കണ്ണുകളിൽ എന്തോ മാറിയിരിക്കുന്നു. ഡിഡ് ഷീ ഹിയർ? അവൻ ആലോചിച്ചു. മീറ്റിംഗ് റൂമിൽ വേദ പ്രസൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ക്ലിയർ, കോൺഫിഡൻസ്, സ്ട്രോങ്. എല്ലാവരും ഇംപ്രസ്ഡ് ആവുന്നു. അവസാനം നേഹ, ഗുഡ്. പക്ഷേ ക്ലയൻറ്റ് ഹാൻഡ്ലിംഗ് അപ്രോച്ച് കുറച്ച് മാറ്റം വരുത്താമായിരുന്നു. മുറി നിശബ്ദം. വെല്ലുവിളി വ്യക്തമാണ്. വേദ നേരെ അവളെ നോക്കി. വേദ, നിർദ്ദേശങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തീരുമാനങ്ങൾ എപ്പോഴും പ്രോജക്റ്റ് ആവശ്യകതകൾ അനുസരിച്ചായിരിക്കും. ദക്ഷ് ഇത് മുഴുവൻ ശ്രദ്ധിച്ചു. സ്വരം ശാന്തം, പക്ഷേ ശക്തമാണ്. നേഹയുടെ ശ്രമം വേദയുടെ പ്രതികരണമാണ്. അവൻ്റെ മുഖത്ത് ഒരു ചെറു ചിരി വിരുത്തി. അവൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. അഞ്ജലി, ഇവൾ ഇത്തിരി കുഴപ്പമില്ലേ? ആദി, നിനക്ക് പേടിയാണോ? അഞ്ജലി, എനിക്കല്ല, എൻ്റെ ഫ്രണ്ടിന്. ആദി ചിരിച്ചു. നിൻ്റെ ഫ്രണ്ട് സ്ട്രോങ് ആണ്. ലഞ്ച് ബ്രേക്കിൽ നേഹ മനഃപൂർവ്വം ദക്ഷിൻ്റെ കൂടെ ഇരുന്നു. ചിരിച്ച് സംസാരിക്കുന്നു. വേദ കാണുന്നുണ്ടായിരുന്നു. വൈ ആം നോട്ടീസിങ്? അവൾ സ്വയം ചോദിച്ചു. നേഹ സംസാരിക്കുമ്പോഴും ദക്ഷ് വേദയെ ശ്രദ്ധിക്കുന്നു. അത് നേഹ ശ്രദ്ധിച്ചു. അപ്പോൾ പ്രശ്നം വേദയാണ്. അവൾ മനസ്സിൽ ചിരിച്ചു. വേദ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേഹ ആവശ്യമില്ലാതെ അതിൽ ഇടപെടുന്നു. നേഹ, ഇതിങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. വേദ അസ്വസ്ഥത തോന്നുന്നു. അപ്പോഴാണ് ദക്ഷ് നേഹ ലെറ്റ് ഹർ ഹാൻഡിൽ എന്ന് പറയുന്നത്. റൂം നിശബ്ദമായി. വേദയും ഒരുപോലെ ഞെട്ടി. പ്രോജക്റ്റ് ലീഡ് വേദയാണ്. തീരുമാനങ്ങൾ അവളെടുക്കും. ഒരു ക്ലിയർ സ്റ്റാൻഡ്. വേദയുടെ ഹൃദയം ക്രമാതീതമായി അടിച്ചു. വേദ അവനെ നോക്കി. ആദ്യമായി അവൻ്റെ വാക്കുകളിൽ ഒരു സപ്പോർട്ട് അവൾക്ക് ഫീൽ ചെയ്തു. നേഹയുടെ മുഖം കട്ടിയായി. ദിസ് ഇസ് നോട്ട് ഓവർ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി.